ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെ വിൻഡോസിൻ്റെ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്നാണ്. വിൻഡോസിൻ്റെ ഡ്രൈവേഴ്സ് ചിലപ്പോൾ നമ്മൾ ഒരു പുതിയ വോയിസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ചില ഡ്രൈവേഴ്സ് വർക്ക് ആവത്തില്ല, ചില ഡ്രൈവേഴ്സ് കംപ്ലൈൻ്റ് ഒക്കെ കാണിക്കും. അങ്ങനെയുള്ളതിന് നിങ്ങൾക്ക് അങ്ങനെയുള്ളടത്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഏതൊക്കെ ഡ്രൈവേഴ്സാണ് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആയിട്ടില്ല എന്ന് നോക്കുക. അതിന് ദിസ് പി സി ചെന്നു റൈറ്റ് സ്വിച്ച് ഞെക്കിയിട്ട് മാനേജ് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ അകത്ത് ഡിവൈസ് മാനേജറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഡ്രൈവേഴ്സ് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആയിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ രണ്ട് വഴിയുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയാണ്. അതിന് പി സി എന്ന് പറഞ്ഞ് ഇതിപ്പം ഇതാണ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് സ്വിച്ച് ഞെക്കി അപ്ഡേറ്റ് ഡ്രൈവർ കൊടുക്കുക, ഓട്ടോമാറ്റിക്കലി സെർച്ച് കൊടുക്കുക. ഓക്കെ, സെർച്ചിങ് ആണ്. ഇതിപ്പം ഡ്രൈവർ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്യുന്നത്. ഇതിന് നിങ്ങൾക്ക് വൈഫൈ ഇൻ്റർനെറ്റ് ആവശ്യമാണ്. ഓക്കെ, ഇതിപ്പം ഡ്രൈവർ സ്ട്രെയിറ്റ് ഡൗൺലോഡിംഗ് ആണ്. ഡൗൺലോഡിങ് ഡ്രൈവേഴ്സ് വന്നു കഴിഞ്ഞു. ഇത് സ്ട്രെയിറ്റ് നിങ്ങളുടെ വൈഫൈയുടെ നെറ്റിൻ്റെ സ്പീഡ് കണക്കിരിക്കും, ഇതിൻ്റെ ഡൗൺലോഡിങ്ങും എല്ലാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പം ഡ്രൈവർ ഇൻസ്റ്റാൾ ആവുന്നില്ല, കാരണം വിൻഡോസിന് കണ്ടുപിടിക്കാൻ പറ്റിയ ഡ്രൈവർ ഇതിന് പറ്റിയതല്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മിനിമൈസ് ഈ ഡ്രൈവർ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ രണ്ടാമത് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, ബാക്കി രണ്ടും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മൾ സോഫ്റ്റ്വെയർ ചെന്നിട്ട് ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്, വാൻ ഡ്രൈവ് എന്ന് പറഞ്ഞ്. ഇതിൻ്റെ നാല് ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് വിൻഡോസ് 7 വേണ്ടി അതിൻ്റെ 32 ബിറ്റും 64 ബിറ്റും വേർഷനും, വിൻഡോസ് 10ൻ്റെ തന്നെ 32 ബിറ്റ് 64 ബിറ്റും. നിങ്ങളുടെ സിസ്റ്റം ഏതാണെന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ ആവശ്യമുള്ള പാർട്സിൽ ഡൗൺലോഡ് ചെയ്യുക, പാക്കേജ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതിനിപ്പോൾ എൻ്റെ സിസ്റ്റം ഏത് പ്രോപ്പർട്ടീസാണെന്ന് അറിയാം, 64 ആണോ 32 ബിറ്റാണോ. അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് പി സി ചെന്ന് റൈറ്റ് സ്വിച്ച് ആക്കി പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണിക്കും സിസ്റ്റം ടൈപ്പ് 64 ബിറ്റ്. ഓക്കെ, 64 ബിറ്റാണ്. നിങ്ങൾ ചെന്നിട്ട് ലാൻഡ് ഡ്രൈവ് അത് ഓണാക്കുക, ഡ്രൈവർ പാക്ക് ഓണാക്കുക. ഓക്കെ, സൈഡ് സ്വിച്ച് ആക്കി റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക, യെസ് കൊടുക്കുക. ഓക്കെ, ലോഡിംഗ് ആണ്. ഈ ഡ്രൈവർ ഇൻസ്റ്റലൈസ് ചെയ്യാനും കുറച്ച് നേരം എടുക്കും, അത് ഓണായി വരാനും. ഇത് ഫസ്റ്റ് ടൈം നിങ്ങളുടെ സിസ്റ്റത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് നേരം എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിന് വൈഫൈയോ നെറ്റോ ഒന്നും വേണമെന്നില്ല. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിൽ ഈ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം ഓൺ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അത് നിങ്ങൾ അടിച്ചു കളഞ്ഞിട്ട് ഓക്കെ, ഇപ്പോൾ ഇത് ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിസ്റ്റ് എടുക്കുകയാണ്. എന്തൊക്കെ ഡ്രൈവേഴ്സ് നമ്മുടെ സിസ്റ്റത്തിൽ മിസ്സിംഗ് ഉണ്ട് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിസ്റ്റ് എടുക്കുകയാണ്. ഓക്കെ, വെരിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ എന്തൊക്കെ ഡ്രൈവേഴ്സ് ഇല്ല എന്നതിപ്പോൾ കാണിക്കും. നിങ്ങൾക്ക് ഏതൊക്കെ അന്നേരം ഇൻസ്റ്റാൾ ചെയ്യണം അത് മാത്രം ടിക്ക് ചെയ്യുക. നിങ്ങൾക്കിപ്പം ബ്ലൂടൂത്തിൻ്റെ ഡ്രൈവർ ആണോ നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ ഇപ്പം ഗ്രാഫിക്സിൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ ഗ്രാഫിക്സിൻ്റെ ഡ്രൈവർ മാത്രം ടിക്ക് ചെയ്യുക. പിന്നെ ഇതെന്തോ നിങ്ങൾക്കിപ്പോൾ ഓഡിയോ കിട്ടുന്നില്ലെങ്കിൽ ഓഡിയോയുടെ ഡ്രൈവർ മാത്രം ടിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുത്താൽ മാത്രം മതി, നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു വട്ടം റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവേഴ്സ് എല്ലാം ഇൻസ്റ്റാൾ ആയതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട്, ഞാൻ പറഞ്ഞ കണക്ക് അതെല്ലാം ഞാൻ ആ ഡ്രൈവേഴ്സിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടാൽ ഞാൻ എല്ലാത്തിനും ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ.